നമുക്ക് ഇവിടെ ഉള്ളത് ചിക്കൻ ചില്ലി, നെയ്ച്ചോറ്, പൊറാട്ട, ബീഫ്, പിന്നെ പൂള, ചമ്മന്തി, അച്ചാറോ ഏതെങ്കിലും അതും ഉണ്ടാവും. മലപ്പുറത്തെ തട്ടുകടയിൽ നിന്നും കദിയ പറക്കുന്നു അങ്ങ് ഡൽഹിയിലേക്ക്. തട്ടുകട നടത്തുന്ന കദിയയും ഭർത്താവ് റഷീദും സർക്കാർ ചെലവിലാണ് ഡൽഹിയിലേക്ക് പറക്കാനൊരുങ്ങുന്നത്. സർക്കാർ ചെലവിൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് മഞ്ചേരിയിൽ തട്ടുകട നടത്തുന്ന കദിയയും ഭർത്താവ് റഷീദും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വഴിയോര കച്ചവടക്കാർക്ക് നൽകുന്ന വായ്പാ പദ്ധതിയായ ദ്വനിധി യോജനയിൽ എടുത്ത വായ്പ കൃത്യമായി അടച്ചതിനാലാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ ക്ഷണം ലഭിച്ചിരിക്കുന്നതെന്ന് കൊള്ളിത്തോട് കദിയയും ഭർത്താവ് റഷീദും പറഞ്ഞു. മഞ്ചേരിയിലെ കുടുംബശ്രീയിലെ ഭാരവാഹികളാണ് തങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. സംഭവം അറിഞ്ഞ് ചില സംഘടനകൾ വന്നു പൊന്നാട അണിയിക്കുകയും ചെയ്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നെയ്ച്ചോറും ബീഫും ചിക്കൻ ചില്ലി അതിനാ ഇവിടുത്തെ സ്പെഷ്യല്. അത് തന്നെയാണ്. അപ്പൊ അതിന് ആൾക്കാരുണ്ടാവും. അതാകുമ്പോ നമുക്ക് വേണം കഴിച്ചാൽ വരെ കൊണ്ടാവും തിന്നാലോ. പിന്നെ ആൾക്കാരുടെ നമ്മൾ തിന്നണത് അത് ആൾക്കാർക്ക് വിശ്വസിച്ച് തിന്നാലോ. നമ്മളവിടെ പിന്നെ തിന്നല്ലേ, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് ഒരു ഭക്ഷണം വാങ്ങുന്നില്ല. നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഭക്ഷണം, പെരയിൽ എന്നാലും ഇവിടുത്തെ ഭക്ഷണം തന്നെയാണ്. എപ്പോ ബാക്കിയുണ്ടാവും അപ്പങ്ങളവിടെ കൊണ്ടുവന്ന് തിന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പിന്നെ ആ പെട്ടി ഉണ്ടല്ലേ, ഈ പെട്ടി നമ്മൾ വാടകയ്ക്ക് വന്നതാണ്. ഈ പെട്ടി അത് ദിവസം നമ്മൾ 50 രൂപ വാടക ഉണ്ട് ആ പെട്ടിക്ക്. പിന്നെ ഇപ്പൊ അപ്പുറത്ത് നമ്മൾ ആ കോഴിക്കോട് റോഡ് ബീവറേജിന്റെ അവിടെ കാക്ക് പെട്ടി വിൽക്കുന്നതാണ്. അപ്പൊ ആ പെട്ടി നമ്മൾ വാങ്ങിയതാണ്. ആ പെട്ടി കണ്ടോ, ഇതിന്റെ ഉള്ളിൽ എലി കിടക്കണ്ട. ഒരു എലി കിടക്കാത്തൊരു പെട്ടി ഉണ്ടായാല് സാധനമൊക്കെ നമ്മൾ രാവിലെ എങ്ങനെ വെച്ചാൻ വരുമ്പോഴത്തേന് എലി കടിച്ചു പൊളിച്ചാണ് സാധനം നാശാക്കുന്നുണ്ട്. അപ്പൊ ഒരു എലി കിടക്കാത്തൊരു പെട്ടി കിട്ടിയാൽ തരക്കിടില്ല തോന്നലുണ്ട്. ഇനിയിപ്പോ നമുക്ക് കിട്ടിയ ചൊക്കെ കൂടി വാങ്ങാനും പാടില്ലല്ലോ. ഇല്ല ഇതില് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതില് കറണ്ട് ഇല്ല. വെളിച്ചത്തെ നമ്മൾ പെരയിൽ കൊണ്ടുപോയിക്കാണ്ട് ഈ ബൾബ് ചാർജ് ചെയ്ത് കൊണ്ടുവരും. ഇത് വൈകുന്നേരം കൊണ്ട് ചാർജ് ആക്കും ഈ ബൾബ്. ഇല്ല, രാവിലെ എത്ര മണിക്കൂർ? 2 മണിക്കൂർ കിട്ടുക, 1.5 മണിക്കൂർ. രാത്രി നമ്മൾ 6 മണി നമ്മൾ കൂട്ടൂലേ. പിന്നെ രാവിലെ 4 മണിക്കൊന്നും രാത്രി കച്ചവടം ചെയ്യാനൊന്നും വെക്കൂല, മനുഷ്യനല്ലേ. പിന്നെ പോരാതെ കുഞ്ഞക്ക് ശരിക്കും കാലുകൊണ്ട് വെച്ചാത്ത എനിക്കാണെങ്കിൽ പ്രഷറും ഷുഗറും അതും ഉണ്ട്. 6 മണി ഇറക്കും നമ്മള്. നമുക്ക് 6 മണി വരെയുള്ള കച്ചവടമുള്ളൂ. ഇല്ല നമുക്കിപ്പോ പുറത്തുനിന്ന് വരെ നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കി. കൊറോണ ആയിട്ട് അല്ലാതെ കച്ചവടം ഇല്ലാത്ത പുറത്തുനിന്ന് വരലാണ്.